ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. സർപ്രൈസ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ സർപ്രൈസ് എന്താണെന്നുള്ളത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നോക്കുക വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ 5 മണി ആയിട്ടുണ്ട്. കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, സോറി. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇതിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോണത്, കാറിൽ. അപ്പോൾ അമ്മ അത് അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ വന്നിട്ട് പോവാൻ വേണ്ടിയിട്ട് വന്നിട്ട് വേണം, അമ്മയ്ക്ക് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ കാറിൽ കയറിയിരുന്നു. അപ്പം തന്നെ ഋതുട്ടൻ ഉണർന്ന്, ഓനൊക്കെ മനസ്സിലായി. ഋതുട്ടന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓനൊക്കെ മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോവാന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആരുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് പോകുന്നത്, പുലർച്ചയ്ക്ക് 5 മണിക്കാണ് പോകുന്നത്. അപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോവുകയാണ്, കുറേ ദിവസങ്ങളുടെ കാത്തിരിപ്പാണ്. ഞാനിപ്പോൾ പോയി നോക്കാൻ പോകുന്ന ആൾ നിങ്ങൾക്ക് ഏകദേശം ചിലർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ പോകുന്ന നേരത്തെ തന്നെ ഋതുട്ടൻ എന്തൊക്കെയൊക്കെയോ വെച്ച് വിളവള ഊവ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ വിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മെയിൻ റോഡൊക്കെ എത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാ. ഇപ്പം തന്നെ ഋതുട്ടിന് ഉറക്കം. ഞങ്ങൾ നേരത്തെ എണീറ്റ് പോകാൻ വേണ്ടിയിട്ട്, നേരത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൊക്കെ പറഞ്ഞാൽ അവിടെ എത്തും. അപ്പം തന്നെ ഞങ്ങൾ വേഗം എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേഗം പോണത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പെട്രോൾ പമ്പ് കയറി. പിന്നെ അവിടെ നിന്ന് ഡീസൽ അടിച്ച് ഞങ്ങൾ. അപ്പോൾ പോകുമ്പോൾ തന്നെ ഡീസൽ അടിക്കാൻ വെച്ചു. അപ്പോൾ അങ്ങനെ ഡീസൽ അടിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. നേരം 5 മണി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ഇപ്പോൾ ഇപ്രാവശ്യം കോഴിക്കോടിലേക്കാണ് അവർ ലാൻഡ് ആവുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പറയാൻ വാക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല തിരക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ സമയത്ത് ഓരോ ആൾക്കാരിനെയും കൂട്ടാൻ വരും. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ പൈസ കെട്ടേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞ് ലാസ്റ്റ് വരുന്ന സമയത്താണ്, തിരിച്ച് പോകുന്ന സമയത്താണ് നിങ്ങൾ പൈസ കൊടുക്കേണ്ടത് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഋതുട്ടനെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവന് ഹായ് ടാറ്റ ബാബായ് എന്നൊക്കെയാണ് പറയുക. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു ആ എയർപോർട്ടിൻ്റെ പേര്, പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ, സോറി. അപ്പോൾ പിന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വരുന്ന 5:45 ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേഗം എത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കാത്തിക്കുകയാണ് കേട്ടോ, ഭയങ്കര കാത്തിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ എന്നാണ് പറഞ്ഞ അറൈവൽ. അപ്പോൾ അപ്പുറത്ത് വന്നിട്ട് ലോക്കലാണ്, ഇപ്പുറത്ത് വന്നിട്ട് ഇൻ്റർനാഷണൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോ, ഏട്ടൻ കാത്തിക്കുകയാണ് കുറേ നേരം. ഋതുട്ടൻ്റെ ഏട്ടനാണ് എടുത്തത്. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി മാറി ഞങ്ങൾ എടുക്കുമായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഏത് സൈഡാണ് പോയതൊക്കെ, ഈ ഇടത്തെ സൈഡ് നിൽക്കുമ്പോഴാണ് വരുന്നതൊക്കെ കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ നോക്കി ഇരുന്ന് ഒരു യൂസ് ഇല്ലയെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി ഗായ്സ്, ഞങ്ങൾ മാത്രം ലാസ്റ്റ് നിൽക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്ലൈറ്റാണ്, അതിൻ്റെ പേരെന്താണ്, ഏത് സമയത്താണ് വരിക, സമയം അറിയാം. പക്ഷേ 4 മണിക്ക് എത്തും. പക്ഷെ 6 മണിക്കാണ് ഒരു പുറത്തിറങ്ങുകയെന്നറിയാം. പക്ഷെ ഒരു വിവരം ഇല്ലാതെയാണ് ഞങ്ങൾ അവിടെ പോയി നിന്നത്. പിന്നെ ഓരോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാനും പറ്റൂലല്ലോ, വിളിച്ച് മടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന്, പിന്നെ നല്ല മഴ പെയ്ത്. അപ്പോൾ ഞങ്ങൾ ആ മഴയും കണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കുത്തിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി എന്നുള്ളൊരിതായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് അവിടെ ഇല്ല, എല്ലാവരും പോയി പറഞ്ഞിട്ട്. പിന്നെയാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ ഞങ്ങൾ ദുബായത്തെ ഫ്ലൈറ്റാണ്, ഞങ്ങൾ കാത്തിക്കുകയായിരുന്നു. അപ്പോൾ ഡിലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8:30 ഉള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത്. 7:30 തൊട്ട് 8:30 ഉള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തുന്ന സമയം പോയി. അപ്പോൾ പിന്നെ ഏകദേശം ആ സമയം ആവുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ പോയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. എന്താ വെച്ചാൽ ആ സമയത്ത് വരുന്ന ഫ്ലൈറ്റിലുള്ള ആൾക്കാരിനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്നിട്ട് എല്ലാം യൂസ്ഫുള്ളാണെന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ കാത്തിരുന്ന ആൾ വന്ന് എത്തി. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ എത്തി. ഇതാരത്? എൻ്റെ അമ്മയാണ്. അതല്ലേ, എൻ്റെ അമ്മയാണ്. അമ്മ വന്നിട്ട് ദുബായിൽ പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. പോയപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച്. ഇവരുടെ വീട്ടിലാണ് അമ്മ പണിയെടുക്കുന്നത്, കുട്ടീനെ നോക്കുന്ന പണിയാണ് അമ്മ.
അപ്പോൾ കുട്ടി ഉറങ്ങായിരുന്നു പാറൂസ്. അപ്പോൾ റിതുട്ട ഇങ്ങനെ കൈ തൂക്കിയൊക്കെ ഹായ് ഒക്കെ പറഞ്ഞ്, ഇപ്പോൾ റിതുവിനെ കണ്ടപ്പോൾ തന്നെ പാരു നീറ്റ് ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് അവർക്ക് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവർക്കൊക്കെ ഉറക്കമൊക്കെ പിത്തനായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞയച്ച ശേഷം ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അമ്മേൻ്റെ അടുത്ത് റിതുവിനെ കൊടുത്തപ്പോൾ അമ്മേനെ അവന് പറ്റിയില്ല. അമ്മ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു. എന്താ വെച്ചാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിട്ട് വേണം ഞങ്ങൾക്ക് ബാഗ് അവിടെ വന്നിട്ട് ലഗേജൊക്കെ കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ നടക്കുന്നുണ്ട്. റിതൂട്ടൻ എന്നാൽ അമ്മേൻ്റെ അടുത്ത് പോയില്ല ഗൈസ്. വല്ലാത്ത സാധനമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ പരിചയമില്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് മണ്ണിൻ്റെ മണം കേട്ടിട്ടാണ് നല്ല കുറേ ദിവസമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മഴയൊന്നും ഇല്ലല്ലോ, വെയിലല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മനെയും കൂട്ടി വന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എങ്ങനെയുണ്ട്? ഋതു പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വേഗം ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പൈസ അടയ്ക്കേണ്ടത് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ പൈസ വന്നിട്ട് 300 രൂപ ഉണ്ട് ഗൈസ്. ഞാനിത് പ്രതീക്ഷിച്ചില്ല എത്രയും വന്നിട്ട് പാർക്കിംഗ് ചാർജ് പിടിക്കുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയ ശേഷം തന്നെ അമ്മ അവിടെ വന്ന് കാത്തുക്കായിരുന്നു. അമ്മ വന്നിട്ട് ഭൂരിയൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തുക്കായിരുന്നു. അപ്പോൾ ഋതുട്ടൻ പകുതി വഴിക്ക് തന്നെ ഉറങ്ങി. അപ്പോൾ അമ്മയാണ് എടുത്തത്. അപ്പോൾ അമ്മേനെ കയ്യിൽ പിടിക്കുന്നത് കൊണ്ട് തന്നെ വേഗം അമ്മ വന്നിട്ട് ഋതുട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്ത് പോയി. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. സുധാമ്മയ്ക്ക് അമ്മ കെട്ടുപിടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ അങ്ങനെ ഋതുട്ടനെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്. അച്ഛനും ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അറിയില്ല അമ്മ വരുന്നത്, അച്ഛനെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അച്ഛയുടെ കണ്ണൊക്കെ പൊത്തി ആരാ നോക്കാന്നൊക്കെ പറഞ്ഞ് പപ്പയുടെ വായൊക്കെ പൊത്തി. എന്താ വെച്ചാൽ പപ്പു അറിഞ്ഞ് ഇതാണ് ആളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് നല്ല സർപ്രൈസ് ആയി, എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ കാണുമ്പോൾ സർപ്രൈസ് പറയാൻ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഈ സർപ്രൈസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മാറ്റി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. സ്ഥലം എവിടേക്കാണ് പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 2 വരുന്നതുള്ളൂ. അപ്പോൾ ആ പാർട്ട് വന്നിട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. എവിടേക്കാണ് പോയി എന്നുള്ളത് അതിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.